SIR-ൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പിടിവാശി എത്രത്തോളം സമ്മർദ്ദം BLO-മാർക്കും ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാക്കുന്നു എന്നത് കൂടി ചർച്ച ചെയ്യണം രണ്ടാം ഘട്ടത്തിൽ. അതിനു മുമ്പ് ഞാൻ നൗഷാദ് അലിയുടെ ഒരു പ്രതികരണം കൂടി. നൗഷാദ് അലി, ഈ വൈഷ്ണവ് സുരേഷിന്റെ കാര്യത്തിലും അങ്ങനെയൊരു പിഴവ് സാങ്കേതികമായി സംഭവിച്ചിട്ടില്ലേ? VM വിനുവിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ശ്രദ്ധിച്ചില്ല. 2020-ലെ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനി കോടതിയിൽ പോയാലും അത് നിലനിൽക്കാൻ സാധ്യതയില്ല. അതായത് നിങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷനിലെ നിങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച VM വിനുവിനെ നിങ്ങൾക്ക് ഇനി മത്സരിപ്പിക്കാനാവില്ല. അവിടെ പകരം ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവിടെ താമസിക്കുന്നില്ല. KP നൗഷാദ് അലി. അരുൺ, ഇതിനകത്ത് എനിക്ക് അരുണിൻ്റെ ചോദ്യങ്ങൾ, അരുൺ വീണ്ടും വീണ്ടും ഇത്തരം ന്യായങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരിക്കെതിരെ നിരവധിയായിട്ടുള്ള ന്യായങ്ങൾ അന്തരീക്ഷത്തിൽ സ്ഥാപിച്ചു പരസ്യമായിട്ട് പത്രസമ്മേളനത്തിലൂടെ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിനൊക്കെ മറുപടി പറയുന്നത് നിങ്ങളെന്തേ അന്ന് പറഞ്ഞില്ല, അപ്പോൾ അന്ന് എവിടെയായിരുന്നു നിങ്ങൾ? ഇത്തരം 2-3 ചോദ്യങ്ങൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ അവരുടെ കയ്യിൽ ഉത്തരങ്ങളില്ല. അവരുടെ കൈകളിൽ കളങ്കമുണ്ട് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതുപോലെ നിങ്ങളിതൊക്കെ അന്ന് എവിടെയായിരുന്നു? അന്ന് VM വിനു എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചേർത്തില്ല? അന്നെന്താ വൈഷ്ണവരാജന് വൈഷ്ണവന് വോട്ടുണ്ടായില്ല? ഈ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. വൈഷ്ണവ് സുരേഷിന്റെ ആക്ഷേപം അല്ലെങ്കിൽ VM വിനുവിന്റെ ആക്ഷേപം CPM-നെതിരെയാണ്. പക്ഷേ നോക്കൂ, എന്റെ ചോദ്യം ഇതാണ്. നമ്മുടെ ചട്ടം എന്താ പറയുന്നത്? 6 മാസം ഒരു വാർഡിൽ നിങ്ങൾ സ്ഥിരതാമസക്കാരനല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. വോട്ടവകാശം അവിടെ ഉണ്ടാവില്ല. 7 വർഷമായി ആ സ്ഥലത്തില്ല. അവരുടെ പേരിൽ ഒരു വീട് അവിടെ ഇല്ല. അവരുടെ ബന്ധുവിന്റെ പേരിൽ മാത്രമാണ് ഒരു വീടുള്ളത്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന വൈഷ്ണവ് സുരേഷിന് എങ്ങനെയാണ് മുട്ടടയിൽ വോട്ട് ചെയ്യാൻ പറ്റുക? അല്ല അരുണ്, വൈഷ്ണവ് സുരേഷ് എന്ന വ്യക്തിക്ക് ഇനി മുട്ടടയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലോ കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ വോട്ടവകാശത്തിനുള്ള അർഹതയുള്ള ആളാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. വിനുവിനും വോട്ടവകാശത്തിനുള്ള അർഹതയുണ്ടല്ലോ. അതിനകത്തെ സാങ്കേതിക പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂപ്പർവൈസറി ലാബ്സ് ഒക്കെ എടുത്തുയർത്തിക്കൊണ്ട് ഇത് കോൺഗ്രസിന് പറ്റിയൊരു അബദ്ധമാണ് എന്നൊരു നരേറ്റീവ് സ്ഥാപിക്കലല്ല നിങ്ങളുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് SIR എന്ന നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ളൊരു ദുരുപയോഗത്തിനെതിരായിട്ടുള്ളൊരു ചർച്ചയാണ്. അതിൽ 2 വ്യക്തികളുടെ വോട്ട് ഇല്ലാതെ പോയത് കോൺഗ്രസ്സുകാരെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്ന് നിങ്ങൾ സ്ഥാപിച്ചു വരുന്നത്. അത് നിങ്ങൾ ഈ വലിയ വിഷയത്തോട് ചെയ്യുന്ന അന്യായമാണ്. രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിനുള്ള ഒരു വിഷയമായതുകൊണ്ടാണ്. അപ്പം ജനങ്ങൾക്കറിയണമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വൈഷ്ണയുടെ പേര് CPM ഇടപെട്ടാണ് വെട്ടിമാറ്റിയതെങ്കിൽ അത് ന്യായമില്ലെങ്കിൽ അത് അറിയണം. മറുഭാഗത്ത് VM വിനുവിന്റെ പേര് വെട്ടിമാറ്റിയതും രാഷ്ട്രീയമായ താല്പര്യങ്ങളാണെങ്കിൽ അതറിയണം. അതുകൊണ്ടാണ് ഞാൻ KP നൗഷാദ് അലി ഹൈക്കോടതിയിലെ വളരെ സജീവ പരിഗണനയുള്ള വിഷയമാണ്. അതിൽ നിലവിലുള്ള ഹൈക്കോടതിയുടെ എല്ലാ പരാമർശങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥിയായ വൈഷ്ണയ്ക്ക് അനുകൂലമാണ്. ഇനി എന്താ കോടതി തീരുമാനിക്കാൻ നമുക്ക് നോക്കാം. അരുൺ, അല്ലാതെ നമ്മളിവിടെ ചാനൽ മുറിയിലിരുന്നല്ലോ കോടതിയിലുള്ള ഒരു വിഷയത്തിന്റെ ന്യായാന്യായങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിൽ ആത്യന്തികമായി എന്താണ് VPP മുസ്തഫയുടെ കമന്റ്? എനിക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കൂടി പോകണം. VPP അല്ല നൗഷാദ് അലി, അങ്ങനെ കോൺഗ്രസിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരും ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടിക്രമങ്ങളിൽ ഇടപെടേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നൗഷാദ് അലിയുടെ സുഹൃത്ത് ഹാരിസിന്റെ ഭാര്യയുടേത് ഉൾപ്പെടെ അവരുടെ സഹോദരങ്ങളുടേത് ഉൾപ്പെടെയുള്ള വോട്ട് നീക്കം ചെയ്യാൻ ആ കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ ഹർജി കൊടുത്തത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെയാണ് CPM-ന്റെ പ്രവർത്തകർ അവിടെ. അരുണെ, നിങ്ങളെല്ലാം കൂടി ഈ വൈഷ്ണയുടെ പിറകെ മാത്രം പോവുകയാണ്. ആവർത്തിച്ച് ധനേഷ് പറയുന്നു, ഞാൻ ആദ്യഘട്ടത്തിൽ 15 പേരുടേത് കൊടുത്തിട്ടുണ്ട് നീക്കം ചെയ്യാൻ. ഇതിപ്പോൾ ഈ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടല്ലേ. അതല്ലാത്ത എത്ര പേരുടെ വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്? അങ്ങനെ നീക്കം ചെയ്തവരുടെ എല്ലാം പിറകെ പോയിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നൗഷാദ് അലിയുടെ സുഹൃത്തിന്റെ ഭാര്യ എൻ്റെ കുടുംബക്കാരായിട്ടുള്ളവരുടെ വോട്ട് നീക്കം ചെയ്തതിനെ കുറിച്ച് ചർച്ചയില്ലാത്തത്. അപ്പൊ ഇതെല്ലാം ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യുന്നതാ. അത് ചെയ്യാതിരുന്നത് കോൺഗ്രസിന്റെ സംഘടനാപരമായ വീഴ്ചയാണ്. അത് അവർ ഏറ്റെടുക്കേണ്ടതാണ്. അത് തന്നെയാണ് കേരളത്തിൽ രാജ്യത്താകെയും കോൺഗ്രസിന്റെ ഈ പിറകോട്ട് പോക്കിന് കാരണം. അവരുടെ സംഘടന ഉണ്ടാക്കുന്നില്ലാന്നേ. ആ സംഘടന ഉണ്ടാക്കാത്തതിന്റെ പിറകോട്ട് പോക്കിലാണ് മറ്റു പലരും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് കയറി വരുന്നത്. അത് കോൺഗ്രസ് ഉൾക്കൊള്ളണം. അതല്ലാതെ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇത് വേറെ ആരുടെയോ ചുമതലയാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
ഓക്കെ, അല്ല, ശരി. അരുൺകുമാർ അതിനകത്ത് ഒറ്റ കാര്യം കൂടെ. അരുൺകുമാർ അതിനകത്ത് ഇപ്പൊ VPP മുസ്തഫ പറഞ്ഞ കാര്യത്തില് പിന്നെ അതിനകത്തുള്ള ന്യായങ്ങളും അതിനകത്തുള്ള വിമർശനങ്ങളിൽ ഉൾക്കൊള്ളേണ്ട സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാട്ടോ. നമ്മളൊക്കെ പണ്ഡിറ്റ് നെഹ്റുവിനെ പിന്നെ അനുധാവനം ചെയ്യുന്ന കോൺഗ്രസ്സുകാരാണ്. വിമർശനത്തെ യഥാവിധി ഉൾക്കൊള്ളുകയും അതിനകത്ത് കഴമ്പുകളുണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് സ്വയം തിരുത്തുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. ഓക്കെ, വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് KP നൗഷാദ് അലി. അത് ജനാധിപത്യത്തിലെ ഒരു അന്തസ്സാണ്. ഇപ്പോൾ നമുക്ക് സംഘടനാപരമായ വീഴ്ച പറ്റിയാൽ അത് പരിശോധിക്കും എന്ന് പറയുന്നതാണ്. അതിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുന്നതല്ലല്ലോ. പക്ഷേ എന്നാൽ അങ്ങനെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇല്ലെങ്കിൽ ഈ പിടിവാശി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ എന്തിന് കാട്ടുന്നു?